ഞങ്ങൾ പറയുന്നത് ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്ന് തന്നെയാണ് ആദ്യം മുതൽ പറയുന്നത്. ഈ പറയുന്ന കടകംപള്ളി പോലും അറസ്റ്റിലായ പോലും അല്ലെങ്കിൽ വാസവനൊക്കെ അറസ്റ്റിലായ പോലും ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇത് കഴിഞ്ഞൊരു 25-30 കൊല്ലമായി നടന്നു വരുന്ന ഒരു കോൺസ്പിറസി, 25-30 കൊല്ലമായി നടന്നു വരുന്ന ഒരു കൊള്ളയുടെ ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കാലങ്ങളായി ഇവർ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കഴിഞ്ഞ 25-30 വർഷത്തിനുള്ളിൽ എന്തൊക്കെ അഴിമതി നടന്നിട്ടുണ്ടോ അഴിമതി എല്ലാം പുറത്തു കൊണ്ടുവരണം. ഇത് വലിയ ബൃഹത്തായ, എനിക്ക് തോന്നുന്നു ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയിൽ ഒന്നായി മാറും ഇത്. പക്ഷേ അങ്ങൊരു ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ SIT കൊണ്ടോ കേരള പോലീസിനെ കൊണ്ടോ സാധ്യമല്ല. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി തന്നെ വരണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ജനമുന്നേറ്റം കൂടി ഇതിൽ ഒരു ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. 1 കോടി ഒപ്പ്, ഭക്തരുടെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതിൽ കേന്ദ്ര അന്വേഷണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയുടെ വികസനം മാത്രമല്ല ഇത്തരത്തിൽ ഈ കൊള്ളയെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. രണ്ടുമുണ്ട്. കാരണം ആദ്യം ഈ കൊള്ള അവസാനിപ്പിക്കണം. ഈ കൊള്ള അവസാനിപ്പിച്ച് ജനങ്ങളുടെ പണം, ജനങ്ങളുടെ സ്വത്ത്, ഭഗവാന്റെ സ്വത്ത് അത് സംരക്ഷിക്കണം ഒരു ഭാഗത്ത്. 2, വികസനം നടക്കണം. ഇന്നലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഒഴിഞ്ഞു മാറൂ, എന്നിട്ട് നരേന്ദ്രമോദി ഏൽപ്പിക്കൂ. ഏതെല്ലാം സംസ്ഥാന സർക്കാരുകൾ നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി മഹാക്ഷേത്രങ്ങളെ എങ്ങനെയാണ് വികസിപ്പിച്ചെന്നുള്ളതിന് നമ്മുടെ മുമ്പിൽ മോഡലില്ലേ? ഞങ്ങൾ വെറും വാക്ക് പറയല്ലോ. ഭാരതീയ ജനതാ പാർട്ടി എന്ത് പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായി ഞങ്ങളുടെ മുമ്പിൽ ഒരു മോഡലുണ്ട്. ഉദാഹരണത്തിന് കേദാർനാഥ് ക്ഷേത്രം നമുക്കറിയാം. ഒരു വലിയ ഒരു വിപത്ത് വന്ന് കേദാർനാഥ് ക്ഷേത്രം നശിച്ചപ്പോൾ ആ ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. അതിന് ഉത്തരാഖണ്ഡ് സർക്കാർ ഒപ്പം നിന്നപ്പോഴാണ്. എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി ഏൽപ്പിക്കൂ, ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. കാശി മഹാക്ഷേത്രം പുനർനിർമ്മിച്ച നരേന്ദ്രമോദി സർക്കാരാണ്. ഉജ്ജയിൻ മഹാക്ഷേത്രം പുനർനിർമ്മിച്ച നരേന്ദ്രമോദി സർക്കാരാണ്. സോമനാഥ് ക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കൂ, നരേന്ദ്രമോദി ഏൽപ്പിക്കൂ, ഞങ്ങൾ വികസനം നടത്തി കാണിച്ചു തരാം. എന്തിനാണ് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പണിക്ക് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ഈ ശബരിമലയുടെ വികസനം നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ജനങ്ങൾക്കറിയാം, സാമാന്യ ബോധമുള്ള ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായി നരേന്ദ്രമോദി ഏൽപ്പിക്കൂ, അതുകൊണ്ട് ഒഴിഞ്ഞു മാറൂ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൊള്ള അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വികസനം നരേന്ദ്രമോദി ഏൽപ്പിച്ചേ മതിയാവും.